നമ്മുടെ ഭൂമിയിൽ ജീവൻ എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള കീ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഒരു പഴയ പാറക്കഷ്ണത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 450 കോടി വർഷത്തിലേറെയായി ആ പാറക്കഷ്ണങ്ങൾ ജീവന് കാരണമാകുന്ന DNA-കളും പ്രോട്ടീനുകളൊക്കെ ഉണ്ടാക്കുന്ന തന്മാത്രകളുമായി അങ്ങനെ പറന്നു നടക്കുകയാണ്. ബഹിരാകാശത്തിൻ്റെ അനന്തമായ ശൂന്യതയിൽ സഞ്ചരിച്ച ഈ ഒരു പാറക്കഷ്ണം ഏകദേശം കോടിക്കണക്കിന് വർഷത്തിന് ശേഷം നമ്മൾ സാമ്പിൾ എടുത്ത് ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധാപൂർവം അതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കാൻ നമ്മളെ സഹായിച്ചത് നമ്മൾ തന്നെ വിക്ഷേപിച്ച ഒരു ബഹിരാകാശ പേടകമാണ്. 2023 ആ സാമ്പിൾ ഭൂമിയിലേക്ക് എത്തിയത്. സത്യത്തിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയൊന്നുമല്ല. നാസയുടെ ഒസിരിസ് റെക്സ് എന്ന ദൗത്യമാണ് ഈ കൃത്യം നിർവഹിച്ചത്. സൗരയൂഥത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ഒരു അവശിഷ്ട പാറക്കഷ്ണമായ ബെന്നു എന്ന ഛിന്നഗ്രഹം അതിൻ്റെ ഉപരിതലത്തിലെ ജൈവ തന്മാത്രകളെയാണ് നമുക്ക് സത്യത്തിൽ ഈ പേടകത്തിലൂടെ നൽകിയത്. ഭൂമിയിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ എവിടെയെങ്കിലും ജീവൻ ആരംഭിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഉത്തരം തരാൻ ഇതിൽ നിന്ന് കിട്ടിയ കണ്ടെത്തലുകൾക്ക് സാധിക്കും. 2016 നാസ ഒസിരിസ് റെക്സ് എന്ന ബഹിരാകാശ പേടകത്തെ ബെന്നു എന്ന് വിളിക്കുന്ന ഛിന്നഗ്രഹത്തിലേക്ക് അയച്ചപ്പോൾ അവർക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും എങ്ങനെ ഒരു ചെറിയ പാറക്കഷ്ണത്തിൽ പേടകം ഇറക്കി സാമ്പിൾ എടുത്ത് ഭൂമിയിൽ തിരിച്ചെത്തിക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു. കാരണം ബെന്നു വെറും ഒരു പാറക്കഷ്ണമോ ഛിന്നഗ്രഹമോ മാത്രമായിരുന്നില്ല, അതൊരു നിയർ എർത്ത് ഒബ്ജക്റ്റാണ്. അതായത് ഭൂമിയുടെ അടുത്തുകൂടിയുള്ള ഭ്രമണപഥത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രജ്ഞർ ബെന്നുവിനെ തിരഞ്ഞെടുത്തതിന് പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയായിരുന്നു. മാത്രമല്ല, സൗരയൂഥം ഉണ്ടായ കാലത്തോളം പഴക്കമുള്ള ഒരു സ്വഭാവ സവിശേഷതയായിരുന്നു ബെന്നുവിനുണ്ടായിരുന്നത്. ഭൂമിയിൽ പോലും ഇല്ലാതിരുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ പണ്ടുപോലും ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒരു രാസപരവും ധാതുപരവുമായിട്ടുള്ള തെളിവുകൾ അതിലുണ്ടായിരിക്കാം എന്ന് ഗവേഷകർ ഭൂമിയിൽ ഇരുന്നു കൊണ്ടും ടെലസ്കോപ്പുകളുടെ സഹായത്തോടും ഒക്കെ തന്നെ മനസ്സിലാക്കി. 2016 ബെന്നുവിൽ എത്തുന്നതിന് മുൻപ് ഈ ഒരു ഒസിരിസ് റെക്സ് എന്ന് പറയുന്ന ബഹിരാകാശ പേടകം ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു. അതിനുശേഷം ഛിന്നഗ്രഹത്തിൻ്റെ ഉപരിതലത്തെ പഠിച്ച് മാപ്പ് ചെയ്തിട്ട് 2020 ഒരു റോബോട്ടിക് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ബെന്നുവിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഇളകിയ മണ്ണിനെ അതിങ്ങനെ വാരിയെടുത്തതിന് ശേഷം സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറന്നുയർന്ന് 2023 ഛിന്നഗ്രഹത്തിൽ നിന്നുള്ള പാറയുടെയും പൊടിയുടെയും സാമ്പിളുകളെ ഒരു ക്യാപ്സ്യൂളിലാക്കി ഭൂമിയിലേക്ക് ഇട്ട് തന്നു. നമ്മുടെ ആധുനിക ബഹിരാകാശ പരിവേഷണത്തിലെ ഏറ്റവും വെല്ലുവിളിയേറിയതും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അത്. ഒരു ഛിന്നഗ്രഹത്തിൽ നിന്ന് ആദ്യമായി സാമ്പിളുകൾ നേരിട്ട് സ്വീകരിക്കുന്നത് അന്ന് മാത്രമാണ്. നമ്മൾ ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറക്കഷ്ണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഛിന്നഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ശാസ്ത്രജ്ഞർ ക്യാപ്സൂൾ തുറന്നു നോക്കുന്ന നിമിഷം അവർ അത്ഭുതപ്പെട്ടുപോയി. കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബെന്നുവിൽ നിന്നുള്ള സാമ്പിളിൽ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകളും ന്യൂക്ലിയോ ബേസുകളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവ രണ്ടിനും നമ്മുടെ പ്രോട്ടീനുകളും DNA-കളും ഉണ്ടാക്കുന്ന ഒരു അവശ്യ വസ്തുവായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ജീവൻ്റെ അടിസ്ഥാനമാണ് ഈ പ്രോട്ടീനുകളും അതുപോലെ തന്നെ DNA-യും. അമിനോ ആസിഡുകളും പ്രോട്ടീനുകളും ലിഗോയുടെ കട്ടകൾ പോലെയാണ്. അവ കൂട്ടിച്ചേർത്ത് നമുക്ക് മറ്റ് ചില വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ പേശികൾ മുതൽ എൻസൈമുകൾ വരെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ്. മറുവശത്ത് ന്യൂക്ലിയോ ബേസുകൾ DNA, RNA എന്നിവയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ജനിതക വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ തന്മാത്രകൾ ബെന്നുവിൽ കണ്ടെത്തി എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഭൂമിയിൽ ജീവൻ സ്വയമേ ഉണ്ടായതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജീവൻ അത്യാവശ്യമായിട്ടുള്ള ചേരുവകൾ ഉണ്ടായിരുന്നു എന്ന് ഇത് തെളിയിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകപ്പെട്ടതായിരിക്കാൻ വഴിയില്ല. അവ ബഹിരാകാശത്ത് നിന്ന് പറന്നു നടന്നതിന് ശേഷം ബെന്നുവിനെ പോലെയുള്ള ഛിന്നഗ്രഹങ്ങളിലൂടെ ആദ്യകാലത്ത് ഭൂമിയിലെത്തിയതായിരിക്കാനാണ് സാധ്യത. എന്നാൽ ഇത് മാത്രമല്ല, ബെന്നുവിൻ്റെ സാമ്പിളിൽ അമോണിയയും ഫോർമാൽഡിഹൈഡും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. കൂടുതൽ സങ്കീർണമായ ജൈവ തന്മാത്രകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ ഇവയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. കൂടാതെ ഹാലൈറ്റ്, ട്രോണ തുടങ്ങിയ ധാതുക്കളുമുണ്ട്. ഇവയെ നമ്മൾ സാധാരണ ഇവോപ്പറൈറ്റ് എന്ന് വിളിക്കും. അതായത് ബെന്നു ഒരു കാലത്ത് ദ്രാവക രൂപത്തിലുള്ള ജലമുണ്ടായിരുന്ന പാറക്കഷ്ണമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഹാലൈറ്റ് എന്ന് പറയുന്നത് ഭക്ഷ്യയോഗ്യമായ നമ്മുടെ ഉപ്പുണ്ടല്ലോ, അതാണ്. ഉപ്പുവെള്ളം ബാഷ്പീകരിക്കുമ്പോൾ ഇത് ക്രിസ്റ്റൽ രൂപത്തിൽ രൂപം കൊള്ളില്ലേ, അതിനെയാണ് നമ്മൾ ഹാലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഛിന്നഗ്രഹത്തിൽ ഇത്തരം ധാതുക്കൾ കണ്ടെത്തുന്നത് അതിൻ്റെ ചരിത്രത്തിൽ എപ്പോഴോ ദ്രാവക രൂപത്തിൽ ജലമുണ്ടായിരുന്നുവെന്നും പിന്നീട് അത് ബാഷ്പീകരിച്ച് പോയിരുന്നു എന്നതിൻ്റെയും തെളിവായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം.
ജലവും ജൈവ തന്മാത്രകളും ഒക്കെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ ആദ്യകാലം മുതൽക്കേ ജീവൻ ഉണ്ടാകാൻ കാരണമായിരുന്ന പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആശയത്തെ ബലപ്പെടുത്തുന്നതാണ്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും സമാനമായിട്ടുള്ള കെമിസ്ട്രി ഉണ്ടായിട്ടുണ്ടാവുകയോ എത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബെന്നുവിനെ പോലെയുള്ള ഒരുപാട് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വന്നാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്കിൽ ചൊവ്വയിലും വ്യാഴത്തിലും ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയിലും എൻസെലാഡസിലേക്കും ഒക്കെ തന്നെ പല പാറക്കഷ്ണങ്ങളും വന്നിടിച്ച് ഈ തന്മാത്രകൾ ചെന്നെത്തിയിട്ടുണ്ടായിരിക്കാം. ഈ രണ്ട് ഉപഗ്രഹങ്ങൾ, അതായത് ശനിയുടെ ഉപഗ്രഹങ്ങളായ യൂറോപ്പ, എൻസെലാഡസ് എന്നിവയിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള സമുദ്രങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായ തെളിവുണ്ട്. എങ്കിലും ബെന്നുവിൻ്റെ സാമ്പിളുകളിൽ നിന്ന് ലഭിച്ച ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കണ്ടെത്തലാണ് കൈറാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അതായത് ഒരു ഇടത് കൈയും വലത് കൈയും എന്ന പോലെ തന്മാത്രകൾക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ സ്ട്രക്ചറുകൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടത് കൈയിലിടുന്ന ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ കൈയുറ വലത് കൈയിൽ യോജിക്കാത്തത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില മരുന്നുകൾ ഒരേ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ശരീരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്? ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സാധാരണ കൈറാലിറ്റി എന്നുള്ള വേർതിരിവ് കൊണ്ട് പറയുന്നത്. അത് നമ്മുടെ ഈ ഒരു ലോകത്ത് മാത്രമല്ല, മറിച്ച് ജീവൻ്റെ ഘടനയിൽ പോലും ഇതിന് വളരെ പ്രധാനമായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രഹസ്യത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് കൈറാലിറ്റി എന്ന് പറയുന്ന ആശയമാണ്. തന്മാത്രകളുടെ 3D രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് കൈറാലിറ്റിയെ കണക്കാക്കാം. അമിനോ ആസിഡുകളുടെ ഘടനയിലാണ് കൈറാലിറ്റി ഏറ്റവും കൂടുതൽ പ്രധാനമാകുന്നത്. അവ ഇടത് കൈയെന്നും വലത് കൈയെന്നും പറയുന്ന രണ്ട് രൂപത്തിൽ വരുന്നു. നമ്മൾ മിറർ ഇമേജ് എന്ന് പറയില്ലേ, അതേപോലെ. എന്നാൽ എന്തുകൊണ്ടാണ് ജീവൻ ഒരു രൂപത്തിൽ മാത്രം കൂടുതലായി ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം. നമ്മുടെ കൈകളെ പോലെ രണ്ട് രൂപങ്ങളിൽ നിലനിൽക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ തന്മാത്രകളെയാണ് നമ്മൾ ഇപ്പോൾ വിവരിച്ചതല്ലോ. അപ്പോൾ ഒരു കൈറൽ തന്മാത്രയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങളതിനെ എങ്ങനെ കറക്കിയാലും അതിൻ്റെ മിറർ ഇമേജ് യഥാർത്ഥ രൂപവുമായിട്ട് പൂർണ്ണമായി ചേർക്കാൻ കഴിയില്ല. ഈ സ്വഭാവം നമ്മുടെ ബയോ കെമിസ്ട്രി, ഫാർമക്കോളജി എന്നീ വിഷയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തന്മാത്രയുടെ ത്രിമാന രൂപത്തെ മറ്റ് തന്മാത്രകളുമായി എങ്ങനെ മിക്സ് ചെയ്യാം എന്ന് നിർണ്ണയിക്കുന്നത് അവരുടെ കൈറാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മിറർ ഇമേജ് സ്വഭാവമാണ്. ഒരു തന്മാത്ര കൈറലാകണമെങ്കിൽ അതിനൊരു കൈറൽ സെൻറ്റർ ഉണ്ടായിരിക്കണം. ഇത് പലപ്പോഴും 4 വ്യത്യസ്ത ഗ്രൂപ്പുകളായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാർബൺ ആറ്റമാണ്. ഈ തുല്യമല്ലാത്ത കാർബൺ ആറ്റം 2 തരത്തിലുള്ള കോൺഫിഗറേഷനുകളെയാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ അമിനോ ആസിഡുകൾ ഇടത് കൈ രൂപത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ജീവശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. കാരണം ഈ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഇടത് കൈയും വലത് കൈയുമുള്ള അമിനോ ആസിഡുകൾ പ്രകൃതിയിൽ തുല്യ അളവിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഭൂമിയിലെ ജീവൻ ഇടത് കൈ സ്ട്രക്ചറുള്ള അമിനോ ആസിഡുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രസകരമായ ഒരു കാര്യം, ബെന്നുവിൻ്റെ സാമ്പിളിൽ കണ്ടെത്തിയ അമിനോ ആസിഡുകളിൽ ഇടത് കൈയും വലത് കൈയും ഷേപ്പുള്ള രണ്ടും മിക്സായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. ജീവൻ സ്വാഭാവികമായും ഇടത് കൈ അമിനോ ആസിഡുകളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ മുൻഗണന എങ്ങനെ ഉണ്ടായി? ഒരുപക്ഷെ ഭൂമിക്ക് ബഹിരാകാശത്ത് നിന്ന് രണ്ടും കലർന്ന രൂപത്തിൽ ലഭിച്ചിരിക്കാം. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ജീവൻ ഒരു രൂപത്തെ മാത്രം തിരഞ്ഞെടുത്തു. അതോ ഈ മുൻഗണന ജീവൻ വികസിക്കാൻ കാരണമായ നമുക്കറിയാത്ത മറ്റേതെങ്കിലും പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലോ? സോ ഈ ചോദ്യം പാൻസ്പെർമിയ എന്ന സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ജീവൻ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ബഹിരാകാശത്ത് നിന്ന് വന്നതാണെന്ന ആശയമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ആദ്യത്തെ ജൈവ തന്മാത്രകളെ ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നുണ്ട് എന്നും അതുവഴി ജീവൻ രൂപപ്പെട്ടതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നമ്മുടെ ഗ്രഹത്തിൽ ഒരു വിത്ത് പോലെ എത്തിച്ചേർന്നു എന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ബെന്നുവിൻ്റെ സാമ്പിളിൽ ഇടത് വലത് കൈകളുള്ള അമിനോ ആസിഡുകൾ കണ്ടെത്തിയത് ഈ തന്മാത്രകൾ ബഹിരാകാശത്ത് രൂപം കൊണ്ടതാണെന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രഹത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ജീവൻ ഉണ്ടായി എന്നതിനേക്കാൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവ എത്തിയതാണ് എന്നുമുള്ള അർത്ഥമാണ് പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ ജീവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കെമിസ്ട്രി ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്തത് എന്താണ്? ശാസ്ത്രജ്ഞർ ബെന്നുവിൻ്റെ സാമ്പിളുകളെ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. കൂടുതൽ സങ്കീർണമായ ജൈവ തന്മാത്രകൾക്കായി അത്യാധുനിക ലബോറട്ടറികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും. ഈ തന്മാത്രകൾ ഏതെങ്കിലും രാസപ്രവർത്തനത്തിന് വിധേയമായിട്ടുണ്ടോ എന്നും അത് ജീവനിലേക്കുള്ള ആദ്യ പടികൾക്ക് സൂചന നൽകുന്നുണ്ടോ എന്നും അവർ അറിയാൻ ശ്രമിക്കും.
അതേസമയം നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും കൂടുതൽ ജലാംശമുള്ള ധാതുക്കളോ അല്ലെങ്കിൽ വ്യത്യസ്ത തരം ജൈവ സംയുക്തങ്ങളോ അടങ്ങിയ മറ്റ് ഛിന്നഗ്രഹങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാനായി പുതിയ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യും. അവർ ചെയ്യുന്നുണ്ട്. ജീവൻ്റെ ചേരുവകൾ ബഹിരാകാശത്ത് വ്യാപകമാണെന്ന് കൂടുതൽ തെളിവ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് പുറത്തു നിന്നാണ് ജീവൻ എത്തിയത് എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും. ഈ ഒരു കണ്ടെത്തൽ ഭാവിയിലെ ബഹിരാകാശ പരിവേഷണത്തെയും സ്വാധീനിക്കും. കാരണം ഛിന്നഗ്രഹങ്ങളിൽ ജൈവ തന്മാത്രകളും ജലവുമായി ബന്ധപ്പെട്ട ധാതുക്കളും ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ഭാവിയിൽ മനുഷ്യർക്ക് ഈ വിഭവങ്ങൾ ബഹിരാകാശത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. ചൊവ്വയിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ യാത്ര ചെയ്യുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് കുടിക്കാനോ ഇന്ധനം നിറയ്ക്കാനോ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനോ ഛിന്നഗ്രഹങ്ങളിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാൻ പറ്റും. ബെന്നുവിൻ്റെ സാമ്പിളിനെ കുറിച്ചുള്ള പഠനം കോസ്മോളജിക്കൽ സ്റ്റഡീസിൽ പുതിയൊരു യുഗം മാത്രമാണ്. ഇത് നമ്മൾ എവിടെ നിന്ന് വന്നു, പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.